ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ മത്തായി സുവിശേഷം അധ്യായം 19. അക്കാലത്ത് യേശു കൈകൾ വെച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ചിലർ ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ ശകാരിച്ചു. എന്നാൽ യേശു പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ്. യേശു അവിടുമേ കൈകൾ വെച്ച ശേഷം അവിടെ നിന്ന് പോയി. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ നിഷ്കളങ്കതയുടെ ആത്മീയത ധ്യാനിക്കാം. ഒരു ശിശുസഹജമായ ആത്മീയ ബലവും കൃപയും എപ്പോഴും ക്രിസ്തുവിന്റെ വാക്കിലും പ്രവൃത്തിയിലും ജീവിതത്തിലും ഉണ്ടായിരുന്നു. ലാളിത്യമാണ് ക്രിസ്തുവിനെ നയിച്ച ഏറ്റവും മഹത്തായ കൃപ. എന്തിനേയും ഏതിനേയും നിഷ്കളങ്കതായി നിറഞ്ഞ സ്നേഹത്തോടെ സമീപിക്കുവാൻ സാധിക്കുന്ന അവസ്ഥ, അലിവ് തോന്നുന്ന, കരുണ തോന്നുന്ന, അനുകമ്പ തോന്നുന്ന, ആർദ്രതയുള്ള ഹൃദയത്തിൻ്റെ ഉടമ. ശിശുസഹജമായ വിശ്വാസത്തിലൂടെ നമുക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ സൗഭാഗ്യത്തിൻ്റെ പേര് സ്വർഗമെന്നാണ്. ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് നമുക്ക് സ്വർഗത്തെ വീണ്ടെടുക്കാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ അനുഗ്രഹവും ശിശുസഹജമായ നിഷ്കളങ്കതയാണ്. ഏത് പ്രായത്തിലും കാലത്തിലും നമുക്ക് അപ്രകാരം ജീവിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരുപിടി മനുഷ്യർ നമ്മുടെ ഇടയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ശിശുക്കൾ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ തടയരുത്. യേശുവിൻ്റെ അടുക്കൽ വരുവാൻ, പ്രാർത്ഥിക്കുവാൻ, വചനം വായിക്കുവാൻ, ദേവാലയത്തിൽ പോകുവാൻ, വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ, നന്മയിൽ, നിഷ്കളങ്ക സ്നേഹത്തിൽ ജീവിക്കുവാൻ മാതാപിതാക്കൾ തടയരുത്. നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഈ ലോകത്തിൻ്റെ അറിവിനും ശക്തിക്കും മഹത്വത്തിനും ശാരീരിക വളർച്ചയ്ക്കും മാനസിക വളർച്ചയ്ക്കും ബുദ്ധിപരമായ വളർച്ചയ്ക്കും മാത്രം നൽകുമ്പോൾ ദൈവികമായ കാര്യങ്ങൾക്ക് മാതാപിതാക്കൾ മക്കളിൽ പ്രാധാന്യം നൽകണമെന്ന് ഇന്നത്തെ സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നു. യേശുവിൻ്റെ അടുക്കൽ വരുവാൻ മാതാപിതാക്കൾ, മുതിർന്നവർ കുഞ്ഞുങ്ങളെ തടയരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ ക്രിസ്തുവിൻ്റെ കൃപയുടെ മുഖം കണ്ട് വളരാൻ ഇടവും അതിനുള്ള അവസരവും മാതാപിതാക്കളും മുതിർന്നവരുമായി നമ്മൾ ഒരുക്കണം. മുതിർന്നവരാണ് പലപ്പോഴും യേശുവിൻ്റെ അടുക്കൽ വരുവാൻ അവരെ തടയുന്നത്. സുവിശേഷത്തിൽ ശിഷ്യന്മാർ അവരെ തടഞ്ഞു എന്നാണ് എഴുതിയിരിക്കുക. നാം തടയേണ്ടവരല്ല, അവരെ യേശുവിൻ്റെ അരികിൽ കൊണ്ടുപോകേണ്ടവരാണ്. ക്രിസ്തുവിൻ്റെ പ്രിയ മാതാപിതാക്കൾ ജോസഫും മേരിയും യേശുവിനെ ദേവാലയത്തിൽ കൊണ്ടുപോകുന്ന സംഭവം ബൈബിളിൽ നാം കാണുന്നുണ്ട്. നോക്കൂ, ക്രിസ്തു ദേവാലയത്തിൽ ആയിരിക്കുകയും പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണ് എന്ന് മാതാപിതാക്കളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഓരോ ശിശുവും ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതമാണ്. ദൈവത്തിൻ്റെ സ്നേഹസമ്മാനവും ദൈവത്തിൻ്റെ മനസ്സ് മുഖവുമാണ് കുഞ്ഞുങ്ങളിൽ നാം ദർശിക്കേണ്ടത്. അവർ വിശുദ്ധരാണ്. അവർ ദൈവത്തിൻ്റെ മുഖം ദർശിക്കുന്ന ഭൂമിയിലെ മാലാഖമാരാണ്. ശിശുസഹജമായ മനസ്സോടെ ഈശോയെ സമീപിക്കുമ്പോൾ ഈശോ നമ്മെ അവൻ്റെ സ്നേഹത്തോട് ചേർത്ത് നിർത്തുകയും നമ്മളിൽ വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും കൃപകൾ നിറയ്ക്കുകയും ചെയ്യും. ക്രിസ്തുവിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭ്യമാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുക. ശിശുക്കളെ പോലെ കർത്താവിനെ സമീപിക്കുമ്പോൾ കർത്താവിൻ്റെ സ്നേഹം കൂടുതൽ ആഴമായി അനുഭവിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നു. നിഷ്കളങ്കമായ ശിശുക്കളെ ഒത്തിരി സ്നേഹിച്ച ക്രിസ്തുവിൻ്റെ മനസ്സ് നമുക്കുമുണ്ടാകട്ടെ. നാം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുമ്പോൾ അവരുടെ വിശ്വാസം, വിശുദ്ധി നാം അനുകരിക്കുകയും അവരെ പോലെ ആകുവാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. ക്രിസ്തു മുതിർന്നവരായി നമുക്ക് നൽകുന്ന ഒരു താക്കീത് കൂടിയാണ്, നിങ്ങൾ ശിശുക്കളെ പോലെ ആയിത്തീരുക.
അപ്പോൾ മാത്രമേ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രവേശനമുള്ളൂ. നമുക്കും ഈ വിശുദ്ധ ദിനം പ്രാർത്ഥിക്കാം. നാഥ, എന്നെയും നിഷ്കളങ്കമായ ഒരു കുഞ്ഞിൻ്റെ മനസ്സിലേക്ക്, വിശുദ്ധിയിലേക്ക്, നന്മയിലേക്ക് പരിവർത്തനം ചെയ്യണമേ. അങ്ങനെ നിത്യഭവനം സ്വന്തമാക്കാൻ ഞാനും അർഹനായി തീരട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.